സാറില്ലടാ ടോണി, സാറില്ലട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ടാ മോനെ? ഒന്നവിടെ നിന്ന്, ടോണിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കൊച്ചു കാണാ. നേരം പുലർന്ന് മണി 8 ആകാറായി. എനിക്ക് ടാണി ടാണി എന്താ നിനക്ക് സുഖമില്ലേ? രാത്രി ഒരുപാട് നേരം പഠിച്ചുകൊണ്ടിരുന്നോ? നോ. യെസ് യെസ്, ഒരുപാട് നേരം പഠിച്ചു. ഐ എം സോ ടയർഡ്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. എനിക്ക് റെസ്റ്റ് വേണം പ്ലീസ്. എന്തിനാ ഈ ജനലുകളൊക്കെ ഇങ്ങനെ അടച്ചിടുന്നത്? വെറുതെ അല്ല നിനക്ക് അസുഖം വരുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പടം കാണ്, കാര്യമൊക്കെ പിന്നെ പറയാം. നോ യാ, ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. സൈലൻസ്. Assume that it's something so completely different that our senses would not identify it. ചോര കുടിക്കുന്ന മനുഷ്യന്മാർ ഇപ്പോഴും. എടോ, ഇതൊരു നോവലിസ്റ്റിന്റെ ഭാവനയാണ്. താൻ മിണ്ടാതിരുന്ന് പടം കാണ്. ഈ ശവപ്പെട്ടികളിലൊക്കെ എന്താണ്? ഡ്രാക്കുള രക്തം കുടിച്ച സ്ത്രീകളുടെ ശവശരീരങ്ങൾ. ഇതൊരു ശല്യമായിരുന്നു.
Hello, young friend. What do you want? എന്ത് വേണം? Tell me. ടോണി, ടോണി, ഈ അസമയത്ത് നീ എവിടേക്കാ? What's the matter, Tony? നീ ഇനി ഉറങ്ങിയില്ല? Bad dream. Bad dreams? A fearful dream. ഒരു പേടി സ്വപ്നം. Oh my God. Poor boy. You do one thing. നീ ഈ മുറിയിൽ കിടന്നോളൂ. That's okay, Mom. I'm all right now. Good night. Good night. അവനൊരു ഡ്രാക്കുളയാണ്. മനുഷ്യരുടെ ചോര കുടിക്കുന്ന രക്തരക്ഷസ്. വാട്ട്? യെസ്. ടോണി, ടോണി പറയുന്ന ഒന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീയെങ്കിലും എന്നെ വിശ്വസിക്കൂ സെലിൻ. ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്.
ഇല്ല, ആർക്കും എന്നെ മനസ്സിലാവില്ല. Inspector K.P. Menon. I am David. Glad to meet you. ഇത് വീടാണോ അതോ ഓഫീസാണ് സർ. എന്ത് ഓഫീസ്? ഇതാണ് സർ ഞങ്ങളുടെ ലൈസൻസ്. ജോൺ പീറ്റർ ആൻഡ് കോ, എക്സ്പോർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ആന്റിക്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. രജിസ്റ്റേർഡ് ഓഫീസ് അറ്റ് ബോംബെ. ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ബ്രാഞ്ചുകളുണ്ട്. ഈ സ്റ്റേറ്റിൽ ആദ്യത്തേതാണ്. വെരി റീസെന്റ് സ്റ്റാർട്ടഡ്. ഈ സ്റ്റേറ്റിൽ ലഭിക്കുന്ന എല്ലാ ഹാൻഡിക്രാഫ്റ്റ്സിന്റെയും 2 സാമ്പിളുകൾ കളക്ട് ചെയ്ത് ഒന്നിവിടെ സൂക്ഷിക്കും, ഒന്ന് ബോംബെയിലേക്ക് അയക്കും. ഐ സി. ബോംബെ നെരിമാൻ പോയിന്റിൽ ഇതുപോലൊരു ഷോപ്പ് കണ്ടാൽ ഞാൻ ഓർക്കുന്നു. അതാണ് സർ ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. ഐ സി. മിസ്റ്റർ ഡേവിഡ്, ഈ ഓഫീസിൽ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട്? മാത്രം. ഫാമിലി? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഐ എം എ ബാച്ചിലർ. ഡേവിഡിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ? നോ സർ. ഇന്നലെ രാത്രി ഒരു പെൺകുട്ടിയെ ഇവിടെ കണ്ടുവന്ന് മിസ്റ്റർ ടോണി, നിങ്ങളുടെ അടുത്ത വീട്ടുകാരൻ പറയുന്നു. ഇന്നലെ രാത്രി മിസ്റ്റർ ഡേവിഡിനോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി ഏതാണ്? ഇയാളല്ല സാർ, മറ്റൊരാളുണ്ടായിരുന്നു. അയാളാണ് ആ പെൺകുട്ടിയെ. മിസ്റ്റർ ടോണി പറയുന്നത് ശരിയാണ് സർ. ഇന്നലെ ഞങ്ങളുടെ പ്രൊപ്പറേറ്റർ മിസ്റ്റർ ജോൺ പീറ്ററും ഭാര്യയും വന്നിരുന്നു. ഓഫീസ് പരിശോധന കാലത്തെ ഫ്ലൈറ്റ് തിരിച്ചു പോവുകയും ചെയ്തു. ഇയാൾ പറയുന്നത് കള്ളമാണ് സാർ. മറ്റൊരാളും ചേർന്ന് ഒരു പെട്ടി തൂക്കിയെടുത്ത്, ഇതുപോലൊരു പെട്ടി, ഈ പെട്ടി തന്നെയാണെന്ന് തോന്നുന്നു സാർ. പെട്ടിയും തൂക്കിയെടുത്ത് വീട്ടിന്റെ പിൻവശത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ് സാർ. മിസ്റ്റർ ഡേവിഡ്, ഞാൻ ഈ പെട്ടി തുറന്ന് പരിശോധിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ? ജോൺ പീറ്റർ ആൻഡ് കമ്പനി ഈസ് എ റെപ്യൂട്ടഡ് ഫേം. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള സ്ഥാപനമാണ്. സാർ ഈ പെട്ടി തുറന്ന് പരിശോധിക്കുന്നത് എന്റെ കമ്പനിയെ അവമാനിക്കുന്നതിന് തുല്യമാണ്. ഓഹോ, എങ്കിൽ ഈ പെട്ടിക്കകത്ത് എന്താണെന്ന് പറയൂ. ബോംബെയിലേക്ക് അയക്കാനുള്ള സാമ്പിളുകളാണ് സർ. എങ്കിൽ മിസ്റ്റർ ഡേവിഡ് എന്തിനു പരിഭ്രമിക്കുന്നു? ഞാനത് തുറന്നു കണ്ടതുകൊണ്ട് അപകടമൊന്നുമില്ലല്ലോ. Sorry, Mr. David. Excuse me for the troubles. I'm taking leave. It's okay. Thank you. Thank you. സാർ, ഞാൻ പറയുന്നത് സത്യമാണ് സാർ. ആ വീട് പരിശോധിക്കണം. അയാൾ ആ പെണ്ണിന്റെ കഴുത്തിൽ കടിച്ച് ചോര കുടിക്കാൻ പോകുന്നത് ഞാൻ കണ്ടു സാർ. പിന്നീട് ആ ശവപ്പെട്ടിയും തൂക്കി പോകുന്നത് ഞാൻ കണ്ടു. ടോണി, യു ആർ യങ്. നീ ചെറുപ്പമാണ്. ചില ചുണ്ടിൽ ചുംബിച്ചെന്ന് വരും, മറ്റു ചില കഴുത്തിൽ ചുംബിച്ചെന്നും വരും. നോ സാർ, ഇത് ആ മാതിരി ചുംബനമല്ല. ഡ്രാക്കുള ചെയ്യുന്നത് പോലെ. ഞാൻ ഇന്നലെ ഡ്രാക്കുള പടം കണ്ടു. കഴുത്തിൽ കടിച്ച് ചോര കുടിക്കുമ്പോൾ ഡ്രാക്കുളയുടെ മുഖം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം. അയാളുടെ മുഖം അങ്ങനെയായിരുന്നു. എന്ന് നോക്കുമ്പോൾ ഞാൻ എല്ലാം വ്യക്തമായി കണ്ടു, ജനലിലൂടെ. ടോണി, ഡ്രാക്കുള മാതിരിയുള്ള ഹൊറർ ഫിലിമുകൾ കണ്ടാൽ ഇത്തരം ദുസ്വപ്നങ്ങളൊക്കെ ചില കണ്ടെന്ന് വരും. അതൊക്കെ സത്താക്കന്മാരുടെ ബെഡ്റൂമിലേക്ക് രാത്രി ഒളിഞ്ഞു നോക്കുകയും ചെയ്യരുത്. അതൊക്കെ തെറ്റാണ്. ഓക്കെ, ടേക്ക് കെയർ. മേലിൽ ഇത്തരം പരാതികളും കൊണ്ട് സ്റ്റേഷനിലേക്ക് വരരുത്.